ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ഐഷയുടെ തിരോധാനത്തിലും കൊലക്കുറ്റം ചുമത്തി. ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യനെ പ്രതി ചേർത്ത് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. 2012 മെയ് 13 ഐഷ തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തത്. ചേർത്തല വാരനാട് സ്വദേശിനി ഐഷയുടെ തിരോധാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം. ഐഷയെയും സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയത് തന്നെയെന്ന് അന്വേഷണത്തിനിടെ തെളിഞ്ഞതോടെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അന്വേഷണത്തിന്റെ ഭാഗമായി ഐഷയുടെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തിരുന്നു. സ്വർണവും പണവും കൈക്കലാക്കാൻ വേണ്ടി കൊലപ്പെടുത്തിയതെന്നാണ് കണ്ടെത്തൽ. 2 ലക്ഷം രൂപയും 1.5 പവന്റെ മാലയും സെബാസ്റ്റ്യൻ കവർന്നതായും അന്വേഷണ സംഘം പറയുന്നു. ഐഷയെ മർദ്ദിക്കുന്നത് കണ്ടെന്ന സാക്ഷിമൊഴിയും കൊലക്കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർക്കുന്നതിന് വഴിതെളിച്ചു. സെബാസ്റ്റ്യനായി ചൊവ്വാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. 2012 മെയ് 13 ഐഷയെ കാണാതാകുന്നത്. ബാങ്കിൽ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഐഷ തിരിച്ചെത്തിയില്ല. പഞ്ചായത്ത് ജീവനക്കാരിയായി വിരമിച്ച് 2 വർഷത്തിനുള്ളിലായിരുന്നു ഐഷയുടെ തിരോധാനം. മെയ് 21 കുടുംബം ചേർത്തല പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. നേരത്തെ 2006 ബിന്ദു തിരോധാന കേസിലും 2024 ജൈനമ്മ തിരോധാന കേസിലും കൊലപാതക കുറ്റം ചുമത്തി സെബാസ്റ്റ്യനെ പ്രതി ചേർത്തിരുന്നു. ഇയാൾ നിലവിൽ റിമാൻഡിലാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.